ഏറെ ആവേശകരമായ പ്രചാരണത്തിന് ശേഷം തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്കാണ് 234 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് നിന്ന് ചന്തു ചന്ദ്രശേഖർ, ബിനിൽ ലീല സാബു, തേനിയിൽ നിന്ന് ആൽവിൻ തോമസ്, കോയമ്പത്തൂരിൽ നിന്ന് ബെൻസൺ ബാബു, തെങ്കാശിയിൽ നിന്നും ഷമീർ, ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷ് നമുക്കിപ്പം തത്സമയം ചേരും. പക്ഷേ ഞാൻ ആദ്യം പോകുന്ന തേനിയിലെ വിശേഷങ്ങൾ അറിയാനാണ്. ആൽവിൻ തോമസ് ഉണ്ട് നമുക്കിപ്പം. ആൽവിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തേനിയിലെ കാഴ്ച? വോട്ടെടുപ്പ് തുടങ്ങി 21 മിനിറ്റ് പിന്നിടുമ്പോൾ. സേതു, വെരി ഗുഡ് മോർണിംഗ്. തമിഴകത്ത് രാഷ്ട്രീയ ചൂട് തിളച്ചു മറിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ തമിഴകം ഇന്ന് വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തുകളിലേക്ക് എത്തുകയല്ലേ. വലിയ നീണ്ട നിര പല ബൂത്തുകളിലുമുണ്ട്. നമ്മളുള്ളത് തേനി ജില്ലയിലാണ്. തേനി ജില്ലയിലെ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒന്ന് പെരിയകുളം, അതോടൊപ്പം തന്നെ ആണ്ടിപ്പെട്ടി, അതോടൊപ്പം തന്നെ OPS മത്സരിക്കുന്ന ബോഡി നായക്കന്നൂർ, അതോടൊപ്പം തന്നെ കമ്പം എന്നീ മേഖലകളിലെ തേനി ജില്ലയിലെ 4 മണ്ഡലങ്ങളാണ് പ്രധാന മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയം ബോഡി നായക്കന്നൂർ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ OPS ആണ്. അവിടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ OPS DMK-യിലേക്ക് കൂടുമാറിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത്. അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്തുന്നത് പെരിയകുളത്താണ്. ഏതാണ്ട് 7:45 മണിയോടുകൂടി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തേനി ജില്ലയിലെ തേനി നഗരത്തിൽ തന്നെയാണ്. നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരിയകുളം വരുന്ന മണ്ഡലത്തിലാണ്. പെരിയകുളം എന്ന് പറയുന്നത് ഒരു സംവരണ മണ്ഡലമാണ്. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ ഏതാണ്ട് 8ഓളം ബൂത്തുകളുള്ള ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. രാവിലെ തന്നെ വലിയ തോതിൽ ആളുകൾ ക്യൂവിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാര്യം പലയിടങ്ങളിലും നീണ്ട ക്യൂ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഞാൻ പറഞ്ഞു വന്നതുപോലെ ബോഡി നായക്കന്നൂർ എന്ന ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. O പനീർസെൽവം മത്സരിക്കുന്ന DMK-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബോഡി നായക്കന്നൂർ എന്ന് പറയുന്നത്. അവിടെ AIDMK സ്ഥാനാർത്ഥിയായി നാരായണസ്വാമിയാണ് വരുന്നത്. അവർ രണ്ടും തമ്മിൽ വലിയ തോതിലുള്ള ഒരു മത്സരം, ഒരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരിയകുളം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സംവരണ മണ്ഡലം കൂടിയാണ് ഇത്. പെരിയകുളത്ത് പ്രധാനമായും VCK സ്ഥാനാർത്ഥി ശക്തിവേൽ ആണ് പ്രധാനമായും മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ AMMK സ്ഥാനാർത്ഥി കതിർ കാമു. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ പ്രധാന സ്ഥാനാർത്ഥികളായി പെരിയകുളത്തുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ആണ്ടിപ്പെട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ആണ്ടിപ്പെട്ടി എന്ന് പറയുന്നത് മുമ്പ് മുഖ്യമന്ത്രിമാർ മത്സരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. MGR മത്സരിച്ചിരുന്ന മണ്ഡലമാണ്. പിന്നീട് MGR-ന്റെ വിയോഗത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയലളിത മത്സരിച്ച് 2 തവണ ജയലളിത ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ആണ്ടിപ്പെട്ടി മണ്ഡലത്തിലാണ് ജയലളിത വന്നിരുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലകളും അല്ലെങ്കിൽ മണ്ഡലങ്ങളുമാണ് ഈ തേനി ജില്ലയിലെ പല മണ്ഡലങ്ങളും എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടച്ചൂട് കണക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെയും വലിയ തോതിൽ കർഷക സമൂഹമാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെയും ജോലിക്ക് പോകുന്നതിന് മുമ്പായി തന്നെ ഈ കർഷകർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ നേരെ ക്യൂവിലേക്ക് രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നത്. സേതു, ശരി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബിനിലും അതേപോലെ ചന്തുവും ഉണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ ബിനിൽ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ വോട്ടർമാരുടെ നിരയൊക്കെ ഉണ്ടോ? തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി മിക്കവാറും ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ത്രികോണപ്പോരാണ്. സേതു, ഗുഡ് മോർണിംഗ്. ഇവിടെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് വിളവൻകോട് മണ്ഡലത്തിലാണ്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് മലയാളികൾക്കേറെ അറിയാവുന്ന CSI ദക്ഷിണ കേരള മഹായിടപെടൽ സെക്രട്ടറി TT പ്രവീണാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ കുടൈക്കോട് പ്രൈമറി ഗവൺമെന്റ് സ്കൂളിലാണ്. അവിടെ അദ്ദേഹം ആദ്യം എത്തി 7 മണിക്ക് തന്നെ പ്രവീൺ ഇവിടേക്ക് എത്തി വോട്ട് ചെയ്തു. ആദ്യത്തെ വോട്ടർ TT പ്രവീൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നു. ഇവിടെ മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയാൻ കാരണം ഇവിടെ നേരത്തെ മത്സരിച്ചിരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA ആയത് S വിജയധരണിയാണ്. അവർ പിന്നീട് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച് BJP-യിലേക്ക് പോയി. അവർ ചീഫ് വിപ്പ് കൂടിയായിരുന്നു. ആ സ്ഥാനമൊക്കെ രാജിവെച്ചാണ് അവർ BJP-യിലേക്ക് പോയത്. അവർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അതുകൊണ്ടൊരു വലിയ പോരാട്ടം ഇവിടെയുണ്ട്. മറ്റൊന്ന് TVK-യുടെ സാന്നിധ്യമാണ്. ഇവിടെ TVK വിജയുടെ പാർട്ടി അവരും മികച്ച അവരുടെ അഡ്മിൻ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഒരു പോരാട്ടം, ത്രികോണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ
NDK അവരും കഴിഞ്ഞ തവണ 12,000-ലധികം വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ഒരു ത്രികോണ പോരാട്ടത്തിനപ്പുറത്തേക്ക് ഒരു വലിയ തീപാറുന്ന പോരാട്ടം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രചാരണ സമയത്തൊക്കെ വലിയ ശക്തമായ പ്രചാരണം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6 മണ്ഡലമാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് കോൺഗ്രസിനാണ്. 3 മണ്ഡലങ്ങൾ അവരാണ് നിലവിൽ സിറ്റിംഗ് MLA-മാരുള്ളത് കോൺഗ്രസിനാണ്. ഒരിടത്ത് DMK ഉണ്ട്, ഒരിടത്ത് AIDMKയും ഒരിടത്ത് BJPയുമാണ് നിലവിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണ പത്മനാഭപുരം മണ്ഡലമാണ്. അവിടെ ഇത്തവണ മത്സരിക്കുന്നത് CPIM ആണ്. നേരത്തെ അത് DMK മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അവിടെ ഇത്തവണ CPIM മത്സരിക്കുന്നു. അവിടെ R. ചെല്ലസ്വാമിയാണ് അവിടെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നത്. എന്തായാലും രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ നിൽക്കുന്ന കൊടൈക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ ഒരു തിരക്ക് രാവിലെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖല അടക്കമുള്ള പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ ആളുകൾ ഇവിടേക്ക് വരികയും വോട്ട് രേഖപ്പെടുത്തി ജോലിക്ക് പോകുന്നതിനുള്ള ആ തിരക്കിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഈ മണ്ഡലത്തിലെ പലയിടങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സേതു, ശരി, ഇനി ബെൻസണിലേക്ക് പോകണം. ഞാൻ ബെൻസൺ ഉള്ളത് കോയമ്പത്തൂരാണ്. ബെൻസൺ, ഇപ്പം കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പേരുണ്ട് എങ്കിലും അതിൽ ഏറ്റവും ഈ ശ്രദ്ധ ഈ സൗത്തിലേക്കാണ്. സെന്തിൽ ബാലാജിയൊക്കെ മത്സരിക്കുന്ന സ്ഥലം. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും AIDMK പരാതിയൊക്കെ നൽകിയിരുന്നു. വോട്ടിന് ഈ കോഴ കൊടുക്കുന്നു അല്ലെങ്കിൽ കാശ് കൊടുക്കുന്നു, ഒരു വോട്ടിന് 5000 രൂപ വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസടക്കം നൽകിയിരുന്നു AIDMK. ഇന്നിപ്പം തിരഞ്ഞെടുപ്പ് ദിനമാണ്, വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. എന്താണ് കാഴ്ചകൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് കോയമ്പത്തൂർ ജില്ലയിലാണ്. കോയമ്പത്തൂർ ജില്ലയിലെ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ തന്നെയാണ് ഞാനുള്ളത്. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനമൊട്ടാകെ ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോയമ്പത്തൂർ സൗത്ത്. അവിടെ സെന്തിൽ ബാലാജി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ മത്സരത്തിന്റെ അല്ലെങ്കിൽ അത് അത്രത്തോളം ശക്തി ഈ മത്സരത്തിനുണ്ട് എന്നതാണ്. AIDMKയുടെ അമ്മൻ അർജുനനും അതോടൊപ്പം തന്നെ DMKന്റെ സെന്തിൽ ബാലാജിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതോടൊപ്പം തന്നെ TVKന്റെ V. സെന്തിൽകുമാർ മത്സരരംഗത്തുണ്ട്. സെന്തിൽ ബാലാജി നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണെങ്കിലും കരൂരിൽ കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകളായി 2006 തൊട്ട് ഇങ്ങോട്ടേക്ക് കരൂരിൽ മത്സരിച്ച് വലിയ മാർജിനിൽ വിജയിച്ചതായിരുന്നു. അദ്ദേഹമാണ് ഇത്തവണ DMKയുടെ ഭാഗമായി സൗത്തിൽ മത്സരിക്കുന്നത്, കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു കോയമ്പത്തൂർ സൗത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് വനതി ശ്രീനിവാസൻ. അതും ആ വിജയം വലിയ ചർച്ചയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് വനതി ശ്രീനിവാസൻ തോൽപ്പിച്ചത് മക്കൾ നീതി മയ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്ന കമൽഹാസനെ തന്നെയായിരുന്നു. 1728 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അന്ന് BJP കാൻഡിഡേറ്റ് വിജയിക്കുകയായിരുന്നു വനതി ശ്രീനിവാസൻ. ആ വനതി ശ്രീനിവാസൻ ഇത്തവണ കോയമ്പത്തൂർ നോർത്ത് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. BJP AIDMK സഖ്യത്തിൽ NDA സഖ്യത്തിലാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ AIDMKയുടെ അമ്മൻ അർജുനനാണ് കോയമ്പത്തൂർ സൗത്തിൽ മത്സരിക്കുമ്പോൾ BJPയുടെയും അതോടൊപ്പം തന്നെ AIDMKയുടെയും കൂടുതൽ വോട്ടുകൾ നേടി വിജയം നേടാൻ സാധിക്കും അല്ലെങ്കിൽ വിജയം തുടരാൻ സാധിക്കുമെന്ന് തന്നെയാണ് AIDMK പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സെന്തിൽ ബാലാജി എന്ന് പറയുന്നത് വലിയ ഒരു ഘടകം DMKക്ക് ഇവിടെയുണ്ട്. DMKയുടെ ഭാഗമായി തന്നെ അദ്ദേഹം മന്ത്രിയായി തന്നെ ഏറെക്കാലം സേവനമനുഷ്ഠിച്ചിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കിയാൽ വലിയ വിവാദങ്ങളൊക്കെ ഉയർന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. 1 വർഷക്കാലത്തോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യം. ഞാൻ ബെൻസണിലേക്ക് മടങ്ങിയെത്താം. ചന്തു കൂടി തുടരുന്നുണ്ട് നമുക്കിപ്പം. ചന്തു, അവിടെ എന്താണ് ചന്തു കാഴ്ചകൾ? ഈ വോട്ടർമാരുടെയൊക്കെ നീണ്ട നിര വന്നു തുടങ്ങിയോ? സേതുലക്ഷ്മി, വോട്ടിംഗ് വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ കൂടി വോട്ടർമാരുടെ ഒരു നിര ഈ വിളവൻകോട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് എന്ന് നേരത്തെ ബിനിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല തൊഴിലാളികളാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. തൊഴിലാളികളും കൃഷിക്കാരും കൂടുതലായി വരുന്ന ഒരു മണ്ഡലമാണ്. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ഒരു സർക്കാർ ജീവനക്കാരും കൂടുതലായി ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തി ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് അതിലേക്ക് പോകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂടുതലായി ആൾക്കാർ ഇപ്പോൾ ഈ വോട്ടിങ്ങിന് രാവിലെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഗവൺമെന്റ് TV പ്രൈമറി സ്കൂളിലാണ്. ഒരു ബൂത്താണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് പളുകലിന് സമീപമാണ്. പളുകൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റ ബൂത്തിലാണെങ്കിൽ കൂടിയും അത്യാവശ്യം സാമാന്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായും വിളവൻകോടിനെ സംബന്ധിച്ചിടത്തോളം ഈ കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും കുറച്ച് വോട്ടർമാർ ഉള്ള ഒരു
ഒരു മണ്ഡലം കൂടിയാണ്. 2,26,658 വോട്ടർമാരാണ് ഈ വിളവൻകോട് നിയമസഭാ മണ്ഡലത്തിൽ വരുന്നത്. എന്തായാലും സാമാന്യം തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ തൊഴിലാളികളൊക്കെ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തി പോവുക എന്നതാണ്. കേരളവുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ചൂട് അതുപോലെ തന്നെ ഇവിടെയും അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ചൂടൊക്കെ വരുന്നതിന് മുൻപേ ഈ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്ന ഒരു ഉദ്ദേശവും വോട്ടർമാർക്ക് ഉണ്ടാകും. സ്വാഭാവികമായും രാവിലെ ഉണ്ടാകുന്ന ആ തിരക്ക് കഴിഞ്ഞാൽ അല്പം മന്ദഗതിയിലാകുമെങ്കിലും വീണ്ടും വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ വരുമെന്നാണ് രാഷ്ട്രീയ അറിയാം. ബൂത്തിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തെങ്കാശിയിലോട്ട് പോകാം. ഷമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മൾ ഈ കോയമ്പത്തൂരിലെ കാര്യമൊക്കെ പറയുന്ന പോലെ തന്നെയാണ് തെങ്കാശിയിലും ഈ കോഴ ആരോപണമൊക്കെ ഉണ്ട്. ഈ വോട്ടിന് പണം കൊടുക്കുന്നു എന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും ഒക്കെ എതിരെ AIADMK സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും ഒക്കെ എതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. എന്താണ് കാഴ്ചകൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ടയിലെ SS ബിൽഡിംഗ് ബൂത്തിലാണ്. ഇവിടെ ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ കടയനല്ലൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് ഈ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട പോളിംഗ് സ്റ്റേഷനിലും വിപരീതമായി ഇവിടെയും വലിയ നിര ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുകയാണ്. ഇവിടെ സിറ്റിംഗ് MLA AIADMKയുടെ MLA ആണ് സിറ്റിംഗ് MLA ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം AIADMKയുടെ C കൃഷ്ണമുരളിയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇത്തവണയും അദ്ദേഹം തന്നെ മത്സര രംഗത്തുണ്ട്. ഈ സീറ്റ് തിരികെ പിടിക്കാനാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ DMK BJP സഖ്യം ഇവിടുത്തെ ന്യൂനപക്ഷ മേഖലയിൽ വലിയ പ്രചാരണമാക്കി DMK മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്തരത്തിലായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അത് സ്വാധീനിക്കുക എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതുണ്ട്. മുമ്പ് DMKയ്ക്കും DMK മാറി മാറി തുണച്ചിട്ടുള്ള ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് കടയനല്ലൂർ. എന്തായാലും വലിയ നിര ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ വിജയുടെ TVK മത്സര രംഗത്തുണ്ട്. TVK പ്രധാനമായും മത്സരരംഗത്ത് യുവാക്കളെ കേന്ദ്രീകരിച്ചുമാണ് യുവാക്കളെയും മറ്റുള്ളവരെയും കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയപ്പോൾ TVK ഉള്ള സ്വാധീനം കൂടി ഇത്തവണ പരീക്ഷിക്കപ്പെടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലയായതുകൊണ്ട് തന്നെ കർഷകരും അതുപോലെ തന്നെ വാണിജ്യ മേഖലയിലുള്ള ആളുകളുമാണ് കൂടുതലും ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. നെയ്ത്ത് വ്യാപാരം ഒപ്പം തന്നെ തെങ്കാശിയുടെ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് കടയനല്ലൂർ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ എത്രത്തോളം സ്വാധീനിക്കും ജനങ്ങളെ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും DMKയുടെ പ്രവർത്തകർ ഇവിടെ സജീവമായി പുറത്തുണ്ട്. ഒപ്പം തന്നെ DMKയുടെ പ്രവർത്തകരും ഉണ്ട്. DMK ഇത്തവണ സഖ്യകക്ഷിയായ MDMKയ്ക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സേതുലക്ഷ്മി, ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമുക്ക് ഒരു വിശകലനത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ER രാഗേഷ് നമുക്കിപ്പം തത്സമയം ചേരുന്നു. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. തമിഴകത്തെ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണെന്ന് പറയാം. കാരണം ഈ പകുതിയിലധികം മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണപ്പോര്. AIADMK DMK ഈ നേരിട്ടുള്ള ഫൈറ്റ് അല്ല, അതിനപ്പുറം TVK എന്ന് പറയുന്ന പുതിയൊരു മുന്നണി വരുന്നു. ആ മുന്നണിക്ക് വലിയ ജനപിന്തുണ കിട്ടുന്നു. യങ്സ്റ്റേഴ്സ് അവരുടെ ചിന്ത അല്ലെങ്കിൽ ജെൻസി വോട്ടർമാരൊക്കെ ആ വോട്ടൊക്കെ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, സ്ത്രീ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തമിഴകം വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. ER രാഗേഷ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഏതായാലും പ്രവചനാതീതമാണ് തമിഴകം. അതിന് കാരണം സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല. അവിടേക്കൊരു പുതിയ പ്ലെയർ കൂടി കടന്നു വന്നിരിക്കുന്നു. അവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണം, ഏതാണ്ട് 38 ദിവസത്തെ പ്രചാരണത്തിന് ശേഷമാണ് ഇപ്പോൾ തമിഴകം ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവായ P. ചിദംബരം, അദ്ദേഹം കാരൈക്കുടിയിലാണ്, ശിവഗംഗ ജില്ലയിലെ കാരൈക്കുടിയിലാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം നാം തമിഴർ കക്ഷി നേതാവ് സീമാനും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കാരൈക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സിനിമാ ലോകവും വോട്ട് ചെയ്യാനെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അജിത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തമിഴ്നാടിന് പുറത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്റർനാഷണൽ കാർ റേസിംഗ് ഇവന്റിലൊക്കെ തന്നെ പങ്കെടുക്കുകയായിരുന്നു. അദ്ദേഹം ഇന്നലെ
വോട്ട് ചെയ്യാനായി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. രജനീകാന്തും ഉച്ചയ്ക്ക് മുൻപായി സ്റ്റെല്ല മേരീസ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തമിഴകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രചാരണമൊക്കെ തന്നെയാണ് കടന്നുപോയത്. തീർച്ചയായും ഒരു തുടർ ഭരണം എന്ന ലക്ഷ്യം MK സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് കരുണാനിധിക്ക് നേടാത്തൊരു ചരിത്രം അദ്ദേഹത്തിന് നേടാൻ കഴിയുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം ADMK സംബന്ധിച്ച് ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടം, 5 വർഷം പ്രതിപക്ഷത്തായിരുന്നതിൻ്റെ അപ്പുറം അതിജീവനത്തിൻ്റെ പോരാട്ടം കൂടിയാണ്. കാരണം അവർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ജയലളിതയുടെ കാലത്ത് 2016 നേടിയ വിജയമാണ് ഒരു അവസാന തെരഞ്ഞെടുപ്പ് വിജയം. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. അപ്പോൾ എടപ്പാടി പളനിസ്വാമിക്ക് താൻ തന്നെയാണ് നേതാവ്, പാർട്ടിയെ ഒരുമിച്ച് നിർത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പാർട്ടി ഉള്ളത്, അതങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഒരു വിജയം അനിവാര്യമാണ്. വിജയ് സംബന്ധിച്ച് എത്ര സീറ്റുകൾ നേടും, എത്ര ശതമാനം സീറ്റുകൾ നേടുമെന്നത് നിർണായകമാണ്. ഒപ്പം 2 കൂട്ടരുടെയും വോട്ടുകൾ വിജയ് സമാഹരിച്ചേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലൊക്കെ തന്നെ വരുന്നുണ്ട്. ന്യൂനപക്ഷ മേഖലകളിലേക്കൊക്കെ തന്നെ കടന്നു കയറുകയാണെങ്കിൽ തീർച്ചയായും അത് DMK വോട്ടുകളും വിജയ് കൊണ്ടുപോകും. പക്ഷേ എത്ര വരെ വോട്ടുകൾ വിജയ് നേടും എന്നുള്ളതും നിർണായകമായ കാര്യമാണ്. ഏതായാലും വോട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വലിയ തിരക്ക് രാവിലെ ഏതായാലും ബൂത്തുകളിലൊക്കെ തന്നെ പ്രകടമാണ്. ഓക്കെ രാകേഷ്, ശരി, വ്യക്തമാണ്. അപ്പം പറഞ്ഞ പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴകം വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏറെ നിർണായകമായ തിരഞ്ഞെടുപ്പ് അല്ലെ, ഒന്നും പറയാൻ പറ്റാത്ത പ്രവചനാതീതമായ തിരഞ്ഞെടുപ്പാണ്.